കാവുകാട്ട് പിതാവിൻ്റെ ജന്മഗൃഹത്തിൽ, പുണ്യപ്പെട്ട ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി കുടുംബയോഗം ആരംഭിക്കുകയാണെന്നുള്ളൊരു ഐഡിയ ഇപ്പം പിതാവ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനോർത്ത് പണ്ടേ ഉള്ള കുടുംബയോഗമായിരിക്കും. ഏതായാലും മറ്റേതോ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് സ്വന്തമായിട്ട് കുടുംബയോഗം ആരംഭിക്കുന്നത്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അഭിനന്ദ പിതാവ് കാവുകാട്ട് പിതാവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. ഞാൻ ജനിച്ചത് പിതാവ് മരിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് പിതാവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടുള്ള പരിചയം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. എങ്കിലും ചങ്ങനാശ്ശേരി അരമനയിൽ താമസിക്കുമ്പോൾ ഏറ്റവും വിശുദ്ധനായ പിതാവ് താമസിച്ച ഇടത്തൊക്കെയാണ് ഞങ്ങളും താമസിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത ഞങ്ങളെല്ലാവരെയും ഏറെ എളിമപ്പെടുത്താറുണ്ട്. കാരുണ്യത്തിൻ്റെ ആൾരൂപമായിരുന്ന പിതാവ് വളരെ തീക്ഷ്ണമതിയായ ഒരു പ്രേക്ഷിതനായിരുന്നു. പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ തെക്കൻ മേഖലയൊക്കെ ഒത്തിരിയേറെ വളരണം, വികസിക്കണമെന്നൊക്കെ. പിതാവിൻ്റെ കാലത്താണല്ലോ കന്യാകുമാരി മിഷനൊക്കെ കിട്ടിയത്. അതുപോലെ തിരുവനന്തപുരത്ത് നമ്മുടെ അതിരൂപതയ്ക്ക് സ്വന്തമായി സ്ഥാപനങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം വന്യപിതാവിനുണ്ടായിരുന്നു. പക്ഷേ പിതാവ് വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയതുകൊണ്ട് അത്രയധികമൊന്നും പിതാവിന് അവിടെ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല. എങ്കിലും തക്കല രൂപതയുടെയൊക്കെ അടിസ്ഥാനമിട്ടത് കാവുകാട്ട് പിതാവാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രദേശങ്ങളിലൊക്കെ പള്ളികൾ ആരംഭിച്ചതുമൊക്കെ പിതാവാണെന്ന് അവർ വളരെ സ്നേഹത്തോടു കൂടി പറയുന്നത് കേൾക്കാനായിട്ടിടയായിട്ടുണ്ട്. കാവുകാട്ട് പിതാവിൻ്റെ ഓർമ്മ തന്നെ നമ്മളിൽ വിശുദ്ധി ഉണർത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കാവുകാട്ട് കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ ആദരവുണ്ട്. നമ്മുടെ സഭാ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് കൃതജ്ഞതയുള്ള ഒരു കുടുംബമാണ് കാവുകാട്ട് കുടുംബം. ഇത്രയും പുണ്യവാനായ, ഇത്രയും നേതൃശൈലികളുണ്ടായിരുന്ന ഒരു പിതാവിനെ നമ്മുടെ സമൂഹത്തിന് നൽകിയ കുടുംബമാണിത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആദരവും സ്നേഹവും നിങ്ങളെല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. കുടുംബത്തെക്കുറിച്ചും കുടുംബയോഗത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പം കുടുംബയോഗങ്ങളുടെ പ്രസക്തി കൂടി വരികയാണ്. കാരണം ഈ കുടുംബത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ കുറഞ്ഞു വരുന്നു. നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് നമ്മളെല്ലാം ഒറ്റയ്ക്ക് വളരുകയും ഒരുമിച്ച് തളരുകയും ചെയ്യുന്നു എന്നാണ്. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി അങ്ങ് വളർന്നു പോകുന്നു എന്നല്ലാതെ നമ്മുടെ സമൂഹം വളരണമെന്നോ സമുദായം വളരണമെന്നോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വളരെ കുറവാണ് നമുക്ക്. അതെന്തുകൊണ്ടാണെന്നുള്ളത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്രയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹം എന്തുകൊണ്ടാണ് പല മേഖലകളിലും ദുർബലമാകുന്നത്? ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ഈ ഒരു ഫാമിലി സെൻസിനെയാണ്, സെൻസ് ഓഫ് ഫാമിലിയാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ പോകുന്നു. ആ പിള്ളേർക്ക് ഭയങ്കര ഗൃഹാതുരത്വമുണ്ട്. അവരെപ്പോഴും അപ്പനെയും അമ്മയും വിളിക്കും. അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ പോകുന്ന പാർട്ടികൾ അവരുടെ പിള്ളേരാകുമ്പോഴത്തേക്കും അവർക്കങ്ങനെ വലിയ അടുപ്പമൊന്നും കാണണമെന്ന് നിർബന്ധമില്ല. ഒന്നാമത് ഭാഷ അറിയത്തില്ല. പിന്നെ ഈ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ എന്നാന്ന് വലിയ പിടിയൊന്നുമില്ല. കാരണം അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ ഇതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. പേരൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു 18 വയസ്സാകുമ്പോൾ മാറി താമസിച്ച് സ്വന്തമായിട്ട് കുടുംബവും കാര്യങ്ങളും എല്ലാം രൂപീകരിക്കുന്ന ഒരു സാമൂഹ്യ ഘടനയിൽ ഇങ്ങനെ ഫാമിലി യൂണിയനൊന്നും വലിയ ഒരു അർത്ഥം കണ്ടെത്തുന്ന ഒരു തലമുറയല്ല. ഒരു തലമുറയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ വേരുകളോ നമ്മുടേതായ ബന്ധങ്ങളോ ഒന്നും അല്ലാതായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പഠിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളെ കുറിച്ച് പഠിക്കുന്ന എല്ലാവരും പറയാറുണ്ട്, നമ്മളിങ്ങനെ പതുക്കെ ക്രമേണ ഇല്ലാതാകുന്ന ഒരു സമൂഹമാണെന്ന്. വളരെ ഗൗരവമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണത്. കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകുന്ന അവർക്ക് ഇഷ്ടമുണ്ടായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊന്നും ജോലിയൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കോ ഭരണ നേതൃത്വങ്ങൾക്കോ ഒന്നും നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല ജോലി കൊടുക്കണമെന്നുള്ള സ്വപ്നമൊന്നും അവർക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യവും ഭരണത്തിൽ വരണം എന്ന് മാത്രമേ അവർ സ്വപ്നം കാണുന്നുള്ളൂ.
അല്ലാതെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് നല്ല ജോലി കിട്ടണമെന്നോ അവർക്ക് ഇച്ചിരി നല്ല ശമ്പളം കിട്ടണമെന്നോ ഒന്നുമില്ല. നമ്മുടെയൊക്കെ നേഴ്സുമാര് പിള്ളേർക്ക് ഒരു 50,000 60,000 രൂപ സാലറി കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഒത്തിരി പേരൊന്നും പുറത്തു പോവുകയില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറേ അധികം പേര് നാട്ടിൽ തന്നെ നിൽക്കും. പക്ഷെ അങ്ങനെ ഒരു കാലം വരണമെങ്കിൽ എത്ര വർഷം കഴിയണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. നല്ല വ്യവസ്ഥകളില്ലാത്തത് കൊണ്ട് ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന ഒരു സമൂഹമായിട്ട് മാറുകയാണ്. നമുക്ക് ഒത്തിരി വിദ്യാഭ്യാസം കിട്ടിയെങ്കിലും നിലനിൽക്കാനായിട്ട് പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന ഘടനകൾ നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഈ മൈഗ്രേഷനിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്ന ഒന്ന്, നമ്മുടെ വേരുകൾ വളരെ ദുർബലപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വളരെ പ്രസക്തമാണ്. ഇവിടെയാണെങ്കിലും ഞാൻ നോക്കിയായിരുന്നു, ഒരു 15നും 30നും ഇടയ്ക്ക് പ്രായമുള്ള എത്ര പേരുണ്ടെന്ന്. അധികം പേരെയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. കൊച്ചുകുട്ടികൾ വന്നിട്ടുണ്ട് കുറേ പേര്, പിന്നെയുള്ളതെല്ലാം മുതിർന്നവരാണ്. നിങ്ങളെ കണ്ടാൽ അങ്ങനെ അത്രയും പ്രായം പറയത്തില്ലെങ്കിലും ഉള്ളത് പറയണമല്ലോ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആ ഏജ് ഗ്രൂപ്പ് ഇല്ല. ഈ പാലാ ഭാഗത്തു നിന്ന് ഒരു ചേട്ടൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കത്തെഴുതി, പിതാവ് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെയൊക്കെ പള്ളികളിൽ ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാർ പള്ളിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയുമോ ദിവസം വന്നില്ലെങ്കിൽ സാരമില്ല, ഞായറാഴ്ച വരുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം താഴെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ പറയരുത്. ഞായറാഴ്ച പള്ളി വരുന്നതെല്ലാം കടമ തീർക്കാൻ വരുന്നതാണ്. തമ്പുരാനോട് സ്നേഹമുള്ളവരൊക്കെ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ദിവസം കുർബാനയ്ക്ക് വരുന്ന എത്ര ചെറുപ്പക്കാരുണ്ടെന്നൊരു എണ്ണം എടുക്കണം. വളരെ വളരെ കുറവാണ്. ഒന്നാമത് ചെറുപ്പക്കാർ നാട്ടിലില്ല, പിന്നെ ഉള്ളവർക്ക് അത്രയും ഒരു അടുപ്പം ദേവാലയത്തോട് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് നമ്മുടെ കുടുംബം എന്നൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഒരുമിച്ച് കൂടുമ്പം നമ്മുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബക്കാർ കുടുംബയോഗം ഒരു 10-15 വർഷം കഴിയുമ്പോൾ എത്ര പേര് കാണുമെന്ന് ഇപ്പോഴേ വേണമെങ്കിൽ കണക്കൂട്ടി പറയും. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്നവരോട് പറഞ്ഞാൽ മതി. നമ്മുടെ മരണനിരക്കും ജനനനിരക്കും മാത്രം കൂട്ടിയാൽ അവർ പറയും എത്ര പേര് കാണും. 25 വർഷം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബയോഗത്തിൽ എത്ര എണ്ണം കാണും ഇവിടെ കൂടാ. അത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൂടുതൽ മക്കൾ വേണം. കൂടുതൽ മക്കളുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ നാട്ടിൽ നിൽക്കുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം. അതോടൊപ്പം നമ്മൾ ഈ കുടുംബയോഗത്തിലെ കുടുംബത്തെക്കുറിച്ച് അഭിമാനിക്കാനും കുടുംബത്തെ ആഘോഷിക്കാനുമുള്ള ഒരവസരമാണ്. ഇപ്പോൾ കാവുകാട്ട് പിതാവിനെ കുറിച്ചുള്ള ഓർമ്മ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. ആഘോഷിക്കാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. കാവുകാട്ട് പിതാവിനെ കുറിച്ച്, ആ പിതാവ് വളർന്നു വന്ന ആ കുടുംബത്തെക്കുറിച്ച്, അന്നത്തെ കുടുംബത്തിലെ ചിട്ടകളെക്കുറിച്ച് നിഷ്ഠകളെക്കുറിച്ചൊക്കെ ആഘോഷിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറണം. അപ്പോൾ അതും കുടുംബയോഗത്തിന്റെ ഒരു വലിയ ദൗത്യമാണ്. കുടുംബത്തെക്കുറിച്ച് അഭിമാനിക്കാനായിട്ട് സാധിക്കുക. അഭിമാന ബോധം ഉണ്ടാകുമ്പോഴാണ് ആ കുടുംബത്തിന്റെ ഭാഗമാകണമെന്ന് നമുക്ക് തോന്നുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നല്ലത് ചിന്തിക്കാറുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഓർക്കും. അവരെ ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമില്ലായിരിക്കും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് നമ്മൾ ചില അനുമാനങ്ങളിലെത്തുകയും ചിലപ്പോൾ കുടുംബത്തിന്റെ ആ പ്രാധാന്യം വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ കുടുംബത്തെ ആകമാനമെടുക്കാനും ആ കുടുംബത്തിലൂടെ ലഭിച്ചിട്ടുള്ള നന്മകളെയും സംഭാവനകളെയും ഒക്കെ തിരിച്ചറിയാനും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ പൊതുസമൂഹത്തിലേക്കൊക്കെ വളർന്നു വന്ന ആൾക്കാർ, അനേക സംഭാവനകൾ നൽകിയ ആൾക്കാർ, അവരെയൊക്കെ ഓർക്കാനും ഒക്കെയുള്ള ഒരവസരമായിട്ട് കൂടി ഇതിനെ കാണണം. അതോടൊപ്പം നമ്മുടെ അടുത്ത തലമുറ എവിടെ പോകുന്നു എന്നുള്ളത് ചിന്തിക്കാനും സാധിക്കണം. ഞാൻ പല കുടുംബയോഗങ്ങൾക്കും ചെല്ലുമ്പോൾ അതിൻ്റെ ബജറ്റൊക്കെ ഞാൻ നോക്കാറുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. കൂടുതലും എല്ലാവരും കൂടി ഇങ്ങനെ ഷെയറൊക്കെ ഇടും. അത് മിക്കവാറും ആ കുടുംബയോഗത്തിന് ഫുഡ് അടിച്ച് തീർക്കുക ചെയ്യാറുള്ളത്. വലിയ കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും വരാറില്ല. എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു 10 പേർക്ക് ഒരു സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കും, വലിയ കവറൊക്കെ കൊടുക്കും. തുറന്നു നോക്കും, അതിനകത്തൊക്കെ 500 രൂപയും കാണും. ഇതൊക്കെ കാണത്തുള്ളൂ. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അതായത് ഇവിടെയും കൊടുക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. നല്ലതാണ്, കുട്ടികൾക്കെല്ലാം സ്കോളർഷിപ്സ് ഒക്കെ കൊടുക്കണം. പക്ഷെ നമ്മുടെ അടുത്ത തലമുറ എവിടെ പോയി അപ്രത്യക്ഷരാകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തകൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണം.
പ്രത്യേകിച്ചും നമുക്ക് നല്ല മിടുമിടുക്കനായ കുട്ടികളുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ഫുൾ A+ ഒക്കെ വാങ്ങുന്ന കുട്ടികൾ. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ജർമ്മൻ പഠിക്കാന്നേ പറയുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നും അവർ പറയുക. ബാക്കി നമ്മൾ ഊഹിച്ചോണം, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. അതേസമയം നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് പല മേഖലകളിലും ഇല്ലാത്തത്? ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞന്മാരുടെ ഗണത്തിൽ നമ്മുടെ കുട്ടികൾ എത്ര പേരുണ്ട്? അതുപോലെ ഭരണരംഗത്ത് നമ്മുടെ കുട്ടികൾ എത്ര പേരുണ്ട്? രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ കുട്ടികൾ എത്ര പേരുണ്ട്? സത്യത്തിൽ നമ്മുടെ കുട്ടികൾ രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കടന്നു വരേണ്ട സമയമായി. കാരണം ഭരണരംഗത്ത് ഭരിക്കാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആൾക്കാരില്ലാത്തതിൻ്റെ കുഴപ്പങ്ങൾ ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നല്ല ബുദ്ധിയും നല്ല അധ്വാനശീലവും നല്ല മൂല്യങ്ങളുള്ള വ്യക്തികൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണം. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയത്തോട് പുച്ഛമാണ്. അതിന് ഒരു കാരണം ഞങ്ങളുമൊക്കെ പബ്ലിക്കായിട്ട് രാഷ്ട്രീയക്കാരെ പുച്ഛിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണം നമുക്ക് രാഷ്ട്രബോധം, പൗരബോധവും കുറവാണ്. ഈ അടുത്ത നാളിൽ നമ്മുടെ ഒരു വലിയ പട്ടണത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനൊക്കെ ആയിരുന്ന ഒരു മനുഷ്യൻ പിറ്റേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റുപോയി. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാ പറ്റി? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, തോറ്റതിലല്ല എനിക്ക് സങ്കടം, എൻ്റെ വാർഡിൽ മുഴുവൻ നമ്മുടെ ആൾക്കാരാണ്. ആരാ? ഈ സുറിയാനിക്കാരാണ് മൊത്തം. അതിനകത്ത് പകുതി എണ്ണം വോട്ട് ചെയ്യാൻ പോലും വന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര വിശേഷമാണ് നമ്മുടെ പൗരബോധം. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് പോയിട്ട് വോട്ട് ചെയ്യാൻ പോലും പോകത്തില്ല. കാരണം വെയിൽ കൊണ്ട് മെനക്കെട്ട് വോട്ട് ചെയ്യുന്നിട്ട് ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. ഇവന്മാർക്കൊന്നും വോട്ട് ചെയ്തിട്ട് ഗുണമില്ല, അതുകൊണ്ട് അച്ചായം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, വോട്ട് ചെയ്യാൻ പോകത്തില്ല. പിന്നെങ്ങനെയാ ശരിയാകുന്നത്? അതുകൊണ്ട് അദ്ദേഹം തോറ്റുപോയി. അതാണ് അദ്ദേഹത്തിന്റെ സങ്കടം. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഇല്ലാതെ പോയല്ലോ എന്നുള്ളൊരു വലിയ വിഷമം ആ മനുഷ്യനോട് പറഞ്ഞു ഓർക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ രാഷ്ട്രീയം നേതൃത്വം, വിദ്യാർത്ഥി രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ഒക്കെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ വളരെ ബുദ്ധിപൂർവം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നല്ല കാര്യഗൗരവമുള്ള രാഷ്ട്രീയക്കാരെയും നമുക്ക് വേണം. ഇപ്പം നമ്മുടെ കുട്ടികളെ ആ പ്രദേശത്തൊന്നും കാണാനില്ല രാഷ്ട്രീയക്കാർ. ഈ രാഷ്ട്രീയ നേതാക്കളോട് സംസാരിക്കുമ്പോൾ കത്തോലിക്കരെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ആരുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ? നിങ്ങൾ പറ, നിങ്ങൾ പേര് പറ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും അത്രയും അങ്ങോട്ട് പറയാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം നല്ല രാഷ്ട്രീയക്കാരുണ്ടാവണം. ഭരണരംഗത്ത് IAS IPS രംഗത്തൊക്കെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ കുട്ടികൾ എന്താണ് ഇല്ലാത്തത്? നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. പാലായിലാണെങ്കിൽ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പഠിക്കുന്ന ഭൂരിഭാഗം പേര് മറ്റു മതസ്ഥരാണെന്നാണ് പറഞ്ഞത്. പൗത്തിപ്പിതാവിന്റെ ഒരു ദീർഘവീക്ഷണത്തിൽ പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി രൂപതകൾ സംയുക്തമായിട്ട് ആരംഭിച്ചതാണ് പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷെ അവിടെ പഠിക്കാൻ നമ്മുടെ കുട്ടികളില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികൾ എന്താണ് ഇല്ലാത്തത്? ജഡ്ജിമാരുടെ കൂട്ടത്തിൽ, ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികൾ എന്താണ് ഇല്ലാത്തത്? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ കത്തോലിക്കന് അറിയാവുന്ന 4 തൊഴിലേ ഉള്ളൂ. 1 എഞ്ചിനീയർ, 2 ഡോക്ടർ, 3 അധ്യാപകൻ, 4 നേഴ്സ്. തീർന്നു. അവന് വേറെ ചോയ്സ് ഇല്ല. കാരണം ഈ 4 ജോലികൾക്ക് ഏതാണ്ടൊക്കെ ഒരു സുരക്ഷിതത്വമുണ്ട്. അനിശ്ചിതത്വങ്ങളെ നേരിടാനുള്ള ഒരു കഴിവില്ലാത്ത തലമുറയായിട്ട് നമ്മുടെ കുട്ടികൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അടുത്ത തലമുറ എവിടെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഗൗരവമായ ചിന്തകൾ കുടുംബയോഗങ്ങൾക്കുണ്ടാവണം. നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, കഴിവുള്ള കുട്ടികളുണ്ട്, അവർക്ക് മെച്ചപ്പെട്ട സ്കോളർഷിപ്സ് ഏർപ്പെടുത്തി അവർക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഉണ്ട്, വളരെ ഫേമസ് ആണല്ലോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അവിടെ അഡ്മിഷൻ കിട്ടുന്ന ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് അവർ പോയി പഠിച്ചാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അവരുടെ ധനാഢ്യരായ ആ മതത്തിലെ ആൾക്കാർ അവർക്ക് ഫുൾ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് ആർക്കെങ്കിലുമാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ തന്നെ കാശുണ്ടാക്കി പോകണം. കാരണം ആരും അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ വിദേശത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചതാണ്. ഞങ്ങൾ ആരും ഞങ്ങളുടെ പണം മുടക്കി പഠിച്ചവരല്ല.
ഞങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ അവിടെ സ്കോളർഷിപ്സ് ഏർപ്പെടുത്തുകയാണ്. അത് നമ്മൾ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ടൈപ്പല്ല, വലിയ തുകകൾ യൂണിവേഴ്സിറ്റികൾക്ക് സംഭാവന ചെയ്ത് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് മാത്രം പഠിച്ചു വന്നവരാണ്. നമ്മുടെ കുടുംബയോഗങ്ങൾക്ക് ആ രീതിയിലൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട സ്കോളർഷിപ്സ് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ കൂടി ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മയായിട്ട്, ഫലപ്രദമായ ഒരു കൂട്ടായ്മയായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചരിത്രം ആഘോഷിക്കാനുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാവുകാട്ട് കുടുംബയോഗം കൂടുമ്പോൾ കാവുകാട്ട് കുടുംബത്തിന്റെ ചരിത്രം, മഹോന്നതമായ ഒരു ചരിത്രം, അതിൽ വിശുദ്ധരുണ്ട്, പുണ്യവാന്മാരുണ്ട്, വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, സമൂഹത്തിനും സഭയ്ക്കും എല്ലാം സംഭാവന ചെയ്ത വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം ചരിത്രം ആഘോഷിക്കാനും അത് അടുത്ത തലമുറയ്ക്ക് ഈ കുടുംബത്തിൽ ജനിച്ചു എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കത്തക്ക രീതിയിൽ അത് രേഖപ്പെടുത്തപ്പെടുവാനും അത് ആഘോഷിക്കപ്പെടുവാനും എല്ലാം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഇന്ന് അഭിമന്യ കർദിനാൾ ആലഞ്ചേരി പിതാവൊക്കെ നമ്മുടെ കൂടെയുള്ളത് വലിയ സന്തോഷം. അഭിമന്യ പിതാവ് കാവുകാട്ട് പിതാവിനോടുള്ള ഒരു വലിയ ബന്ധത്തിൽ കൂടിയാണ് ഇവിടെ വന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അഭിമന്യ പിതാവിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നമുക്ക് ഒരു കർദിനാളിനെ കൂടെ കിട്ടി, ജോർജ് കൂവക്കാട് കർദിനാൾ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ ഇന്റർ റിലീജിയസ് ഡയലോഗിന്റെ ഡിക്കാസ്ട്രിയിൽ അതിന്റെ തലവനായിട്ട് മാറി. റോമൻ ക്യൂരിയയിലെ ഒരു കാർഡിനലായിട്ട് അദ്ദേഹം മാറി. അത് നമുക്ക് സന്തോഷകരമാണ്. ഇപ്പൊ നമ്മുടെ സമൂഹങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. നമുക്കതെല്ലാം ആഘോഷിക്കാം. നിങ്ങളുടെ ഈ കുടുംബയോഗത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബയോഗത്തിന് അംഗങ്ങളാണ് കേട്ടോ. കാരണം ഈ കാവുകാട്ട് പിതാവിന്റെ ജന്മഗൃഹത്തിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടുന്നവരെല്ലാം ഒരു കുടുംബത്തിനെ അംഗങ്ങളായിട്ട് കരുതാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും.